ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ പലപ്പോഴും നമ്മൾക്ക് പല മറ്റുള്ള ആപ്ലിക്കേഷനുകളിൽ തയ്യാറാക്കപ്പെട്ട ഡേറ്റകളെ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കപ്പെടേണ്ടി വരുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ടാലിയിൽ നിന്നുള്ള ഡേറ്റയോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ നിന്നുള്ളതോ RDBMS ആപ്ലിക്കേഷനായ ഒറാക്കിളിൽ നിന്നോ അതല്ലെങ്കിൽ നോട്ട് പാഡ് പോലെയുള്ളവയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഇൻഫർമേഷൻസോ ഒക്കെ നമുക്ക് എക്സലിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊരു മീനിങ് ഫുൾ ഡേറ്റ ഫോർമാറ്റിലേക്ക് വേർതിരിക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് ക്രമീകരിക്കപ്പെടേണ്ടത് എന്നുള്ളത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഫോൺ മെമ്മറിയിലുള്ള നമ്മുടെ കോൺടാക്ട്സുകൾ പലപ്പോഴും MS എക്സലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വരുന്ന ഡേറ്റകൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പേര്, അതിന് തൊട്ട് താഴെയായിട്ട് മൊബൈൽ നമ്പർ, ആ രീതിയിലായിരിക്കാം ചിലപ്പോൾ കിട്ടുന്നത്. അത് ഓരോ ഫോണിനെയും വ്യത്യസ്ത രീതിയിലായിരിക്കും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന ഡേറ്റകളെ എങ്ങനെ നമുക്ക് പേരുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോളത്തിലേക്കും മൊബൈൽ നമ്പറുകൾ അടങ്ങിയിരിക്കുന്ന മറ്റൊരു കോളത്തിലേക്കും വേർതിരിക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതെങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പലപ്പോഴും നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാറില്ല. അതേപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലുള്ള യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിലെ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇനി നമുക്ക് എക്സലിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നെയിം എന്ന് പറയുന്നൊരു കോളമുണ്ട്, ഫോൺ നമ്പർ എന്ന് പറയുന്ന മറ്റൊരു കോളമുണ്ട്. എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസിനെ നെയിം എന്ന് പറയുന്ന കോളത്തിലേക്ക് നെയിമും ഫോൺ നമ്പർ എന്ന് പറയുന്ന കോളത്തിലേക്ക് ഫോൺ നമ്പറുമാണ് വേർതിരിച്ച് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇത് പലപ്പോഴും നമ്മുടെ ഫോൺ മെമ്മറിയിലുള്ള കോൺടാക്റ്റ് ലിസ്റ്റിനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് വരാം. അതേപോലെ തന്നെ ടാലിയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഇവിടേക്ക് ഉപയോഗിക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏത് കോളത്തിലുള്ള ഡേറ്റകളെയാണോ കോപ്പി ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം, മാനുവലി ഇത് ചെയ്യാനറിയാം. എന്നാൽ 10,000 കോൺടാക്റ്റ് ലിസ്റ്റോ അല്ലെങ്കിൽ 10,000-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് ലാർജ് വോളിയം ഡേറ്റകളുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ അത് വളരെയധികം താമസമായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വളരെ ഈസിയായിട്ട് വളരെ വേഗതയിൽ നമുക്ക് ഇൻഫർമേഷൻസ് തയ്യാറാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+G അമർത്തുക. അതിൽ നിന്ന് സ്പെഷ്യൽ എടുക്കുക. Ctrl+Gയുടെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സലിലെ ഗോ ടു എന്ന് പറയുന്ന ഒരു കമാൻഡിൻ്റെ ഡയലോഗ് ബോക്സിനെ വിളിക്കാൻ അല്ലെങ്കിൽ ആ കമാൻഡിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമുക്കൊരു സെലക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഗോ ടു കമാൻഡ് ഉപയോഗിക്കപ്പെടേണ്ടി വരുന്നത്. ആ കിട്ടിയ ഡയലോഗ് ബോക്സിൽ നിന്ന് നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സ്ക്രീനിൽ കൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സബ് ഓപ്ഷൻസ് വരുന്നുണ്ട്, നമ്പേഴ്സ്, ടെസ്റ്റ്, ലോജിക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് വേർതിരിക്കപ്പെടേണ്ട ഡേറ്റകൾ സെലക്ട് ചെയ്യേണ്ടത് ടെസ്റ്റുകളാണ്, അതായത് പേരുകളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റിനെ സെലക്ട് ചെയ്യുക, ഓക്കെ ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം Ctrl+C ഉപയോഗിക്കുക, അതായത് കോപ്പിക്ക് വേണ്ടി. എവിടേക്കാണോ അത് പേസ്റ്റ് ചെയ്യേണ്ടത് Ctrl+V യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് പേസ്റ്റ് ചെയ്ത് കിട്ടുന്നു. അതിനുശേഷം നേരത്തെ സെലക്ട് ചെയ്ത ഓപ്ഷൻസ് സെലക്ഷൻ ഒഴിവാക്കുക. ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും സെലക്ഷൻ കൊടുക്കുക. ഗോ ടുവിലേക്ക് പോവുക. Ctrl+G ആണ് ഗോ ടുവിന് വേണ്ടുന്നത്. അതിൽ നിന്ന് സ്പെഷ്യൽ ചൂസ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ കൺസ്റ്റൻറ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് മൊബൈൽ നമ്പറുകളാണ് വേർതിരിക്കേണ്ടത്. അതിനാൽ ബാക്കിയുള്ള ഓപ്ഷനുകളെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് നമ്പർ മാത്രം സെലക്ട് ചെയ്യുക. നമ്പേഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന സബ് ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ മാത്രം സെലക്ഷൻ ആവുന്നത് കാണാം. അതിൽ നിന്ന് കോപ്പി പറയാനുള്ള ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുക. പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളുടെ പേരും മൊബൈൽ നമ്പറും സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് 2 കോളത്തിൽ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.